നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ടോ? വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. മുബഷീർ പി അക്ബർ, അർച്ചന രവീന്ദ്രൻ, ജെയ്സൺ ചാമവളപ്പിൽ, റഹീസ് റഷീദ്, ദീപക് മലയമ്മ, ആദിൽ പാലോട് എന്നിവർ വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം നമുക്ക് കുപ്പത്തേക്ക് പോകാം. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയിലേക്ക് വീണ്ടും മണ്ണിടിയുകയാണ്. ചെറിയ തോതിൽ മണ്ണ് വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. NHAI ഉന്നത ഉദ്യോഗസ്ഥരും RDOയും ഇന്ന് തന്നെ സ്ഥലം സന്ദർശിക്കുമെന്ന് നമുക്കറിയാൻ കഴിയുന്നു. വിവരങ്ങളുമായി അർജുൻ കല്യാടാണ് ചേരുന്നത്. അർജുൻ, മണ്ണിടിയുന്നതിന്റെ ആദ്യം മുതൽ തന്നെ അർജുൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ വീണ്ടും മണ്ണിടിയുന്ന ഒരു സാഹചര്യം കൂടുതൽ ഭീതിപ്പെടുത്തുന്നതാണ്. പ്രദേശവാസികളൊക്കെ എന്താണ് പറയുന്നത് അർജുൻ? റോഷ്നി, നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണ്. ആരെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രതിഷേധമോ മാത്രമല്ല, നമ്മൾ കണ്ടതാണ്. അല്പസമയം മുമ്പ് ഈ മണ്ണ് പൂർണ്ണമായും തന്നെ ഇടിഞ്ഞ് റോഡിൻ്റെ ഒരു വശത്തേക്ക്, എന്തോ ഭാഗ്യം കൊണ്ട് ആ മണ്ണ് ഇടിഞ്ഞ് റോഡിലേക്ക് വന്നിട്ടില്ല എന്ന് പറയേണ്ടി വരും. എന്തായാലും ഒരു ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഈ പ്രദേശത്ത് ഉള്ളത്. രാവിലെ മുതൽ തന്നെ വലിയ ശക്തമായ പ്രതിഷേധം നടക്കുകയും ചെയ്തിരുന്നു. ഇവിടെയുള്ള സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തി റോഡിൽ ഉൾപ്പെടെ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം നടത്തിയിരുന്നു. അവർ പറയുന്നത് അവരുടെ വീട്ടിലേക്ക് ചെളിയും വെള്ളവും ഒക്കെ ഒഴുകിയെത്തി വലിയ ബുദ്ധിമുട്ടാണ്, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതാണ് അവർ ഉൾപ്പെടെ സൂചിപ്പിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പ്, ഇത് തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണെങ്കിലും ഈ സംഭവ സ്ഥലത്ത് ഇപ്പോൾ കല്യാശ്ശേരി MLA M വിജിൻ നമ്മളോടൊപ്പം തന്നെയുണ്ട്. കളക്ടറുമായി അദ്ദേഹം നേരിട്ട് സംസാരിക്കുകയും ഇതിനാവശ്യമായിട്ടുള്ള അടിയന്തരമായി ഇടപെടേണ്ടുന്ന ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എന്തായാലും കളക്ടറുമായി സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രശ്നത്തിന് ഒരു അടിയന്തര ഇടപെടൽ അനിവാര്യമായിട്ടുള്ളൊരു സംഗതിയല്ലേ? തീർച്ചയായും അത് ബഹുമാനപ്പെട്ട കളക്ടറുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം RDOയും അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് ഡയറക്ടറെയും ഇപ്പോൾ തന്നെ ഇവിടത്തേക്ക് അയക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വന്നതിന് ശേഷം അത് ഗൗരവത്തിൽ തന്നെ കണ്ടുകൊണ്ട് കാര്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കാമെന്നാണ് കളക്ടർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ വിഷയം പറഞ്ഞു. ഇത് നമുക്കറിയാം, ഈ ചേടി മണലാണ്, വളരെ സോഫ്റ്റാണ്, അതുകൊണ്ട് കൂടുതൽ ഇടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, താഴെയുള്ള ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചളിമണ്ണാണ്, വെള്ളമാണ് കുത്തിയൊലിച്ച് താഴേക്ക് പോകുന്നത്. ആ പ്രശ്നവും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ശാശ്വതമായ പരിഹാരം വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. കാരണം അതിന് സമയമെടുക്കും. എങ്കിലും വളരെ അടിയന്തര പ്രാധാന്യത്തോട് കണ്ടുകൊണ്ട് അപകടം ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ ഇവിടുന്ന് വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് പോകുന്നത് ഇല്ലാതാക്കാനുള്ള ഒരു അടിയന്തര പ്രാധാന്യത്തോട് ഇടപെടൽ ഉണ്ടാക്കണം എന്നാണ് കളക്ടറോട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തി. അത് അദ്ദേഹം വൈകിട്ട് തന്നെ ഇവരുടെ റിപ്പോർട്ടിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നാണ് അറിയിച്ചത്. എന്തായാലും MLA ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഒരു അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയെന്നുള്ളതാണ്. റോഷ്നി, ഒരൊറ്റ കാര്യം കൂടി കാണിക്കാം. MLA ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയുള്ള മണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. ആ മണ്ണ് ചേടി മണലാണ്. അതായത് നമ്മൾ പറയുക പ്രകാരം ഇവിടെയൊക്കെ ഈ ഒരു ചെറിയ പാറ കഷ്ണങ്ങൾ ഉരുണ്ടു കൂടിയതുപോലെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തോന്നുക. അതായത് കുഞ്ഞു പാറ കഷ്ണങ്ങൾ പൊട്ടി വീണതുപോലെയാണ് തോന്നുക. പക്ഷേ ആ കാണുന്നതൊന്നും പാറ കഷ്ണങ്ങളല്ല. വളരെ പെട്ടെന്ന് തന്നെ ആ മണ്ണ്, അല്ലെങ്കിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണിച്ചു കഴിയും. അതായത് ഇതിപ്പോൾ കാണുമ്പോൾ ഒരു പാറക്കഷ്ണം പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെങ്കിൽ ഇത് സത്യത്തിൽ അലിഞ്ഞു പോകുന്ന, അതായത് ഒരു വെള്ളത്തിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള മണ്ണാണ്. അപ്പോൾ ഈ മണ്ണാണ് മഴ പെയ്യുമ്പോൾ ഇത് വെള്ളവുമായി കൂടി അത് ചെളിയായി പിന്നീട് താഴെ ഭാഗത്തേക്കുള്ള വീടുകളിലേക്കൊക്കെ പോയി നിൽക്കുന്നത്. അവിടെ വലിയ ഭീകരമായിട്ടുള്ള അന്തരീക്ഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് അല്പസമയം മുമ്പ് നമ്മളിവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാണുന്ന രീതിയിലുള്ള മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴുകയും ഇവിടെ ഉൾപ്പെടെ റോഡിലേക്ക് എന്തോ ഭാഗ്യം കൊണ്ട് എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ഈ വലിയ ഒരു മൺകൂന അങ്ങനെ തന്നെ ഇടിഞ്ഞു വീഴുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നതാണ്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ ഉള്ളത്. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ അനിവാര്യമായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷിരൂരൊക്കെ ഉണ്ടായതുപോലുള്ളൊരു വലിയ ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഏത് തരത്തിലുള്ള നടപടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുക, ഒരു പ്രായോഗികമായി ഇപ്പോൾ MLA തന്നെ സൂചിപ്പിച്ചു, ശാശ്വതമായ രീതിയിലുള്ള ഒരു പരിഹാരം വളരെ പെട്ടെന്ന്. കാരണം ഇനിയിപ്പോൾ കാലവർഷം തുടങ്ങാൻ, ഇടവപ്പാതി തുടങ്ങാൻ വേണ്ടി അധിക സമയമില്ല, അധിക ദിവസങ്ങളില്ല. അപ്പോൾ ഒരു 10-15 ദിവസം മാത്രമേ ഇനി ഉള്ളൂ. ജൂൺ മാസത്തോടു കൂടി, അല്ലെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ പറയുന്നത് 5 ദിവസത്തിനകം കാലവർഷം കേരളത്തിൽ ആരംഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ 5 ദിവസം കൊണ്ട് എന്ത് പരിഹാരം കണ്ടെത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് പ്രധാനമായും അന്വേഷിക്കേണ്ടത്. അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ ഈ 5 ദിവസം കൊണ്ട് തന്നെ ഉണ്ടാവണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു വാള് കെട്ടിക്കൊണ്ട് ഈ ചളിയും വെള്ളവും ഒക്കെ താഴെ ഭാഗത്തുള്ള വീടുകളിലേക്ക് പോവാത്ത രീതിയിലുള്ള ഒരു ക്രമീകരണം
ക്രമീകരണമാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പാതയിലൂടെയാണ് കണ്ണൂർ തളിപ്പറമ്പ് വഴി പയ്യന്നൂരിലേക്കും അതുവഴി പിന്നീട് കാസർഗോഡേക്കും ഒക്കെ പോകേണ്ടത്. തിരിച്ചും ദിവസേന ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു അപകടകരമായ സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും ഈ മണ്ണുൾപ്പെടെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്നത് ഈ റോഡിലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇത് വലിയ ഒരു അപകടത്തിന് വഴിവെക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതാണ്. ഒരു അപകടം ഉണ്ടായതിനു ശേഷം പരിഹാരം കണ്ടെത്തുക എന്നുള്ളതല്ല, അപകടം ഉണ്ടാക്കാതെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി സ്വീകരിക്കേണ്ടുന്ന ഒരു നടപടി. അത് അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ് നാട്ടുകാരുൾപ്പെടെ ഉയർത്തി അല്ലെങ്കിൽ അവരുൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത്. ഇവിടെ നേരത്തെ വലിയ പ്രതിഷേധമായിരുന്നു കണ്ടത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇവിടത്തേക്കെത്തി റോഡിൽ കുത്തിയിരുന്ന് ഉൾപ്പെടെ പ്രതിഷേധം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തേക്ക് എത്തണമെന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചു. ഇപ്പോൾ വിജിൻ MLA പറയുന്നത് പ്രകാരമാണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രൊജക്ട് ഡയറക്ടറും അതുപോലെ തന്നെ RDOയും സ്ഥലത്തേക്കെത്തി എന്ത് പ്രായോഗിക നടപടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ള ഒരു അടിയന്തര ഇടപെടലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കലക്ടറുമായി ഈ വിഷയം സംസാരിച്ചു എന്നുള്ളതാണ് MLA ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നടപടി ഉണ്ടാവേണ്ടത് എന്തായാലും അനിവാര്യമായ കാര്യമാണ്. താഴെയുള്ള ജനങ്ങളുടെ ജീവിതമൊക്കെ അതിഭീകരമായ രീതിയിൽ കഷ്ടപ്പാടാണ്. മുട്ടോളം ചളിയിലൂടെയാണ് അവർക്കൊക്കെ വീടുകളിലേക്ക് പോവേണ്ടി വരുന്നത്. അത്രയും ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഇതിൻ്റെ താഴെ ഭാഗത്ത്. അതായത് ഈ നിൽക്കുന്ന ഈ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു കുന്ന്, ആ കുന്നിൻ്റെ ഒരു ചെറിയ ഭാഗത്ത് മണ്ണെടുത്തതിന് ശേഷം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു റോഡാണ്. അതിന് താഴെ ഭാഗത്താണ് വീട് നിൽക്കുന്നത്. അതായത് 3 തട്ടായി നമുക്ക് ഈ പ്രദേശത്തെ ഭൂപ്രകൃതിയെ കാണാം. ഏറ്റവും താഴെ ഭാഗത്ത് വീട്, അവിടെ നിന്നും വീണ്ടും ഒരു ഉയർച്ച, അതിനുശേഷം വീണ്ടും ഇപ്പോൾ വാഹനങ്ങൾ പോകുന്ന ഈ പാത, അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മണ്ണിടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള ഒരു ചെറിയ മൺതിട്ട, അതിന് മുകളിലാണ് സർവീസ് റോഡ് ഉൾപ്പെടെ ക്രമീകരിച്ചിരിക്കുന്നത്. ആ സർവീസ് റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞ് താഴേക്ക് വീണിരിക്കുന്നത്. അതുവഴി ഉൾപ്പെടെ വാഹനങ്ങളൊക്കെ നേരത്തെ കടന്നു പോയതാണ്. ഇപ്പോൾ പോലീസൊക്കെ ഇടപെട്ട് അതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു അപകടകരമായ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഉൾപ്പെടെ ആ നടപടി സ്വീകരിക്കുക ചെയ്തിട്ടുള്ളത്. ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെയുള്ളത്. നേരത്തെ ഇവിടെയൊക്കെ ഒരു ഓവുചാലുള്ളതാണ്. ഒരു ഓവുചാലുള്ളൊരു പ്രദേശമായിരുന്നു ഈ കാണുന്നതൊക്കെ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ ഓവുചാലിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് അവിടെ നേരത്തെ കെട്ടിക്കിടക്കുന്നത് നമ്മൾ കാണുന്നത്. ഈ മണ്ണ് വന്ന് ഈ ഓവുചാലിലേക്ക് മൂടി നിൽക്കുന്നതാണ് കാണുന്നത്. അതായത് നേരത്തെ സുഖമായി അല്ലെങ്കിൽ വെള്ളം പോയിക്കൊണ്ടിരുന്ന ഓവുചാലിലേക്കാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീണ് ഓവുചാൽ മൂടുന്ന അവസ്ഥയിലുണ്ടായത്. എന്തായാലും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും മണ്ണിടിഞ്ഞ് നൂറുകണക്കിന് ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനംപ്രതി പോകുന്ന പരിയാരം മെഡിക്കൽ കോളേജിലൊക്കെ ഉൾപ്പെടെ വാഹനങ്ങൾ പോകുന്ന പ്രധാനപ്പെട്ട പാതയിലേക്ക് വീണ് അല്ലെങ്കിൽ മണ്ണിടിഞ്ഞ് വീണുകൊണ്ടുള്ള അപകടം ഉണ്ടാവാനുള്ള സാധ്യത മുൻകൂട്ടി അധികൃതർ കാണണം. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളത് കൂടി ആവശ്യമായി ഇപ്പോൾ ഉയരുന്നുണ്ട്. റോഷ്നി, അർജുൻ, ആ വിഷയം വ്യക്തമാവുകയാണ്. ആ ഒഴുകി വന്ന മണ്ണും ചെളിയും തന്നെ അർജുൻ കാണിച്ചു തന്നു. അപ്പുറത്തേക്കൂടെ അതാ വാഹനങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കാണുമ്പോൾ നമുക്ക് പേടി തോന്നുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും വിജിൻ MLA പറഞ്ഞത് പ്രകാരം അടിയന്തര നടപടികൾ തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടതെന്ന് വ്യക്തമാകുകയാണ്. നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ ഷിരൂരിലെ മണ്ണിടിച്ചിൽ നമ്മൾ ഇപ്പോഴും അത് നമുക്ക് ഓർമ്മയാണ്. ആ ഒരു മണ്ണിടിച്ചിലിന്റെ ആഘാതം, ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് മലയാളികളെ അത് നേരിട്ട് ബാധിച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിലൊന്നും താങ്ങാനുള്ള സാഹചര്യം, ഒരു കരുത്ത് നമുക്കില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ അപകടം സംഭവിക്കുമ്പോൾ മാത്രമല്ല, അർജുൻ പറഞ്ഞതുപോലെയാണ് ഈ സാഹചര്യങ്ങളെയൊക്കെ അടിയന്തരമായ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്. MLA സൂചിപ്പിച്ചതുപോലെ അത്തരം നടപടികൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവട്ടെ.